ഹായ് സുന്ദരീസ്, കുറെ പുതിയ കാജൽസും ലൈനേഴ്സും ഒക്കെ വന്നിട്ടുണ്ടെച്ചാലും കുറെ പേർക്ക് ഇപ്പോഴും ലാക്മേയുടെ പ്രോഡക്ട്സ് നല്ല ഇഷ്ടമാണല്ലേ. എനിക്കും ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ കുറെ പേർക്ക് എന്റെ ലിപ്സ്റ്റിക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ടിന്റ് ആണ്. ഇത് മാർസിന്റെ ആണ് കേട്ടോ. അപ്പൊ ഞാൻ അതും ഇവിടെ ടാഗ് ചെയ്യാം. അപ്പൊ ബ്ലാക്ക് കാജൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ലാക്മേയുടെ എടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് റിനെ തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവും. പക്ഷെ കളേർഡ് കാജൽസ് നോക്കുമ്പോണ്ടല്ലോ ഇത് നല്ലതാണ്. എസ്പെഷ്യലി ബ്ലൂ ഉണ്ടല്ലോ, നമുക്ക് ബ്ലാക്കിന്റെ കൂടെ മിക്സ് ആയിട്ട് ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. സെയിം ഗോസ് വിത്ത് ടർക്കോയിസ് ബ്ലൂ. അതാണെങ്കിലും അത് നല്ല രസമാണ്. വെച്ചാൽ അധികം നമ്മൾ എഫേർട്ട് ഒന്നും എടുക്കാണ്ട് നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ടർക്കോയിസ് ബ്ലൂവും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് എഴുതിയാൽ പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും. എന്നാൽ കണ്ണിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഐലൈനർ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഫെൽറ്റ് ടിപ്പ് ലൈനർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അതേപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐലൈനർ, പക്ഷെ ബ്രൗൺ ഷെയ്ഡിൽ. നമുക്കുണ്ടല്ലോ ബ്ലാക്ക് എഴുതുമ്പോൾ കുറെ ഇങ്ങനെ ഭയങ്കര എടുത്തറിയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ബ്രൗൺ കുറച്ചും കൂടി രസമായിട്ടുണ്ടാവും. അതേ കണ്ടോ, അത് നല്ല രസമില്ല. എനിക്ക് ബ്ലാക്കിനെക്കാട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണുമ്പോൾ എഴുതിയിട്ടുണ്ട് എന്നാൽ അത്ര ഉദിപ്പില്ല, ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ ബ്രൗൺ ലൈനർ എന്തായാലും മേടിച്ചോളൂ. അതേപോലെ തന്നെ ബ്ലൂ അല്ലെങ്കിൽ ടർക്കോയിസ് ബ്ലൂ, ഇത് നമ്മുടെ ലാക്മേ പ്രോഡക്ട്സ് മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ ഡിസ്കൗണ്ടിലുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോഴും ലാക്മേ കാജൽ തന്നെ യൂസ് ചെയ്യുന്നവരാണോ എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പൊ ഞാൻ ഡിസ്കൗണ്ട് ഉള്ള സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു സോ മച്ച്. ബൈ.